ഭക്ഷ്യ നിർമ്മാണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പാലിക്കേണ്ട അടിസ്ഥാന ഭക്ഷ്യ ശുചിത്വ നിർദ്ദേശങ്ങൾ. വിഷയം ഡിസൈൻ. ശബ്ദം KH സുലൈമാൻ. 1. ഉടൻ ഭക്ഷിക്കാവുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഉദാഹരണം: ദോശ, ഇഡ്ഡലി, എണ്ണപ്പലഹാരങ്ങൾ, ബേക്കറി ഭക്ഷണം മുതലായവ കൈകൊണ്ട് സ്പർശിക്കുവാൻ പാടുള്ളതല്ല. കയ്യുറ, സ്റ്റീൽ നിർമ്മിത ചവണ എന്നിവ കൊണ്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യാനും വിതരണം ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാവുന്നു. 2. ക്ലീനിംഗ് ജീവനക്കാരും കാശ് കൈകാര്യം ചെയ്യുന്നവരും ഭക്ഷ്യവിതരണ ജോലികൾ ചെയ്യാൻ പാടുള്ളതല്ല. 3. ചായ, കാപ്പി മുതലായ പാനീയങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഒന്നിലധികം ഗ്ലാസുകൾ വിരൽ ഉപയോഗിച്ച് വിതരണം ചെയ്യാൻ പാടുള്ളതല്ല. മലിനമായ വിരലുകൾ പാനീയത്തിൽ സ്പർശിക്കുന്നതിനും ഗ്ലാസുകളുടെ വായിൽ സ്പർശിക്കുന്ന ഭാഗം മലിനമാകുന്നതിനും ഇത് കാരണമാകുന്നു. സ്പൂണുകളുടെ വായിൽ സ്പർശിക്കുന്ന ഭാഗവും കൈ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. 4. ഭക്ഷണം നിറക്കുന്നതിന് ഉപയോഗിക്കുന്ന പോളിത്തീൻ അഥവാ പേപ്പർ കവറുകൾ എന്നിവ ഊതി വീർപ്പിക്കുവാൻ പാടുള്ളതല്ല. 5. ഭക്ഷണം വിതരണം ചെയ്യുന്ന പാത്രങ്ങൾ തുണി, ടവൽ എന്നിവ ഉപയോഗിച്ച് തുടക്കാൻ പാടുള്ളതല്ല. കഴുകിയ പാത്രങ്ങൾ മലിനമാകുന്നതിന് കാരണമാകുന്നു. 6. വീട്ടിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ മാറി വൃത്തിയുള്ള യൂണിഫോം ധരിക്കേണ്ടതാണ്. തലയിൽ തൊപ്പി ധരിക്കേണ്ടതും പുരുഷന്മാർ മുടി, താടി എന്നിവ ട്രിം ചെയ്യേണ്ടതും നഖം മുറിക്കുക, പുക വലിക്കാതിരിക്കുക, ലുങ്കി പോലുള്ള വസ്ത്രം, ആഭരണങ്ങൾ എന്നിവ ഒഴിവാക്കുക. 7. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഉരച്ച് കഴുകേണ്ടതാകുന്നു. 8. കുടിവെള്ള സ്രോതസ് സ്ഥിരമായി ക്ലോറിനേഷൻ ചെയ്യേണ്ടതും വാട്ടർ ഫിൽട്ടർ യൂണിറ്റ് സ്ഥാപിക്കേണ്ടതുമാകുന്നു. ചൂടുവെള്ളത്തിൽ ശുദ്ധീകരിക്കാത്ത പച്ചവെള്ളം ചേർത്ത് നൽകുവാൻ പാടുള്ളതല്ല. നന്നായി തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുവാൻ ഏറ്റവും അനുയോജ്യം. 9. പച്ചക്കറികളും ചമ്മന്തി, തൈരിൽ ഉപയോഗിക്കുന്ന പച്ചമുളക്, കറിവേപ്പില എന്നിവയും വെള്ളത്തിൽ പരമാവധി സമയം മുക്കിയിട്ട് സോപ്പിട്ട് ഉരച്ച് കഴുകി മാത്രം ഉപയോഗിക്കുക. രോഗാണുക്കളും കീടനാശിനികളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിന് ഇത് അനിവാര്യമാണ്. 10. എലി, ഈച്ച, പാറ്റ എന്നിങ്ങനെയുള്ള പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള ജീവികളെ നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായ എലി കീടനിയന്ത്രണ സേവനങ്ങൾ ഫലപ്രദമായി ചെയ്യേണ്ടതാകുന്നു. ഇലക്ട്രിക് ഈച്ച നിയന്ത്രണ മെഷീൻ ഘടിപ്പിക്കേണ്ടതാകുന്നു. 11. പാചകം ചെയ്തതും വിതരണം ചെയ്യാനുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ 2 മണിക്കൂറിലധികം അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഇത് 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയോ 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോ സൂക്ഷിക്കേണ്ടതാകുന്നു. ഭക്ഷ്യ വിഷബാധ തടയുന്നതിന് ഇത് ഏറ്റവും അനിവാര്യമാകുന്നു. 12. ഉപയോഗിക്കുന്ന തുണികളും ടവലുകളും എല്ലാ ദിവസവും രാത്രി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉണക്കി പിറ്റേ ദിവസം ഉപയോഗിക്കേണ്ടതാകുന്നു. 13. ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ, തൊണ്ടവേദനയും പനിയും, ക്ഷയരോഗം, മുറിവ്, വ്രണം, പൊട്ടിയ മുഖക്കുരു എന്നിങ്ങനെയുള്ള രോഗബാധയുള്ളവർ ഭക്ഷ്യ വിതരണ നിർമ്മാണ പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാകുന്നു. 14. ഭക്ഷണത്തിലേക്ക് തുമ്മുന്നതും തുറന്നുവെച്ച ഭക്ഷണത്തിനരികെ സംസാരിക്കുന്നതും പാടുള്ളതല്ല. വിതരണം ചെയ്യുന്ന പാത്രങ്ങളും മറ്റും അനുയോജ്യമായ സോപ്പ് ഉപയോഗിച്ച് കഴുകി 80 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളത്തിൽ മുക്കി ഉണക്കി സൂക്ഷിക്കേണ്ടതാകുന്നു. 15. കട്ടിംഗ് ബോർഡുകളും ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന പ്രതലങ്ങളും നന്നായി ഉരച്ച് കഴുകി ബ്ലീച്ചിങ് ലായനി, തിളക്കുന്ന വെള്ളം
എന്നിവ ഉപയോഗിച്ച് കഴുകി അണുവിമുക്തമാക്കേണ്ടതാകുന്നു. 16 മാംസം, മത്സ്യം എന്നിങ്ങനെയുള്ള അണുബാധ സാധ്യത കൂടുതലുള്ള ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന കത്തി, കട്ടിംഗ് ബോർഡ് എന്നിവ മറ്റു വസ്തുക്കൾ മുറിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. 17 മണ്ണു കലർന്ന ഉരുളക്കിഴങ്ങ്, ഇഞ്ചി എന്നിവയും കോഴിക്കാഷ്ട അവശിഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള കഴുകാത്ത മുട്ടയും ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന പ്രതലങ്ങളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. 18 ശാസ്ത്രീയമായ ഖര ദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തേണ്ടതാകുന്നു. 19 വായു സഞ്ചാരവും പ്രകാശവും ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതാകുന്നു. 20 ഉപഭോക്താക്കൾക്ക് കൈ കഴുകുന്നതിന് അനുയോജ്യമായ സോപ്പും ടവലും നൽകേണ്ടതാകുന്നു. ദ്രവ രൂപത്തിലുള്ള സോപ്പാകുന്നു ഏറ്റവും ഉത്തമം. 21 എല്ലാ ഭക്ഷണവും മൂടി സൂക്ഷിക്കേണ്ടതാകുന്നു. പ്രിൻ്റ് ചെയ്ത പേപ്പറുകളിൽ ഭക്ഷണം പ്രദർശിപ്പിക്കുവാൻ പാടുള്ളതല്ല. 22 വറുക്കുന്നതിനും പൊരിക്കുന്നതിനുമുള്ള ഉപയോഗിച്ച പഴകിയ എണ്ണകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു. 23 തൊഴിൽ സ്ഥലത്തെ തൊഴിലാളികളുടെ ആരോഗ്യം, സുരക്ഷ എന്നിവ പാലിക്കേണ്ടതാകുന്നു. 24 തൊഴിലാളികൾക്ക് ഫുഡ് കൈകാര്യം ചെയ്യുന്നവർക്കുള്ള സ്കിൽ പരിശീലനം ഉറപ്പാക്കേണ്ടതാകുന്നു. 25 എല്ലാ തരത്തിലുമുള്ള ലൈസൻസുകളും പ്രദർശിപ്പിക്കേണ്ടതും ഹെൽത്ത് രേഖകൾ സൂക്ഷിക്കേണ്ടതുമാകുന്നു. നന്ദി.